അടിപൊളി പടം, നല്ല ഇടി പടം, സീരിയസ് ആയിട്ടും പ്രതീക്ഷ കണക്കൊന്നുമില്ല. വെൽക്കം ബാക്ക്. തല്ലുമാലയ്ക്ക് ശേഷം കേരള ബോക്സ് ഓഫീസ് ഇടിച്ചു മുക്കാനായിട്ട് ആലപ്പുഴയിലെ കുറച്ച് ബോക്സർ പിള്ളേരുമായിട്ട് ഖാലിദ് റഹ്മാൻ എത്തുന്നു. യെസ്, ദ മോസ്റ്റ് ഹൈപ്ഡ് വിഷു റിലീസ് ആലപ്പുഴ ജിംഖാന. അപ്പോൾ പ്രേമലു പോലെ ഒരു പാൻ ഇന്ത്യൻ സെൻസേഷൻ സംഭവമാകുമോ ആലപ്പുഴ ജിംഖാന? നമുക്ക് കണ്ടറിഞ്ഞ് ഓടിച്ചുകൊണ്ട് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ നേരെ ആലപ്പുഴ ജിംഖാന റിവ്യൂലേക്ക്. ഒരുപാട് പേരൊന്നുമില്ലല്ലേ, ലുക്മാൻ ഉണ്ട്, നസ്രീൻ ഉണ്ട്, ബാക്കി എല്ലാരും മറ്റേ തണ്ണീർമ തന്നകത്തുള്ളത്. പിന്നെ ഫാൽമിയിൽ ആ പയ്യനുണ്ടായിരുന്നു, ആ പയ്യനൊക്കെ അടിപൊളിയായിരുന്നു. ഇതിനകത്ത് ക്ലൈമാക്സ് ടൈമില്, ക്ലൈമാക്സ് അല്ല സെക്കൻഡ് ഹാഫിൽ ഇവർക്ക് വേണ്ടി കുറെ മൊമെന്റ്സ് ഉണ്ട്. ആ മൊമെന്റ്സിൽ അവരെല്ലാം ഭയങ്കര ഹൈ ആയിരുന്നു, കിട്ടില്ലായിരുന്നു. അതായത് പ്ലേസ് ചെയ്തേക്കുന്ന രീതി, മേക്കിംഗ്, പിന്നെ എല്ലാം കൊണ്ട് പടം കിട്ടില്ലായിരുന്നു. അതായത് ഇപ്പൊ ഇവരെല്ലാം ഭയങ്കര വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകളല്ല, പക്ഷെ അവരെ ഡയറക്ടർ പ്ലേസ് ചെയ്തേക്കുന്ന രീതി കൊണ്ട് അവർക്ക് തിയേറ്റർ ഫുള്ള് കൈയടിയായിരുന്നു. ഭയങ്കര ക്ലാപ്പിംഗ്സ് ആയിരുന്നു തിയേറ്റർ ഫുള്ളും. നല്ല പടമായിരുന്നു, കിട്ടിയതാണ്. എന്തായാലും ഖാലിദ് റഹ്മാന്റെ 5-6 പടം ചെയ്തില്ലേ. ഇപ്പൊ ലവ് ആണെങ്കിലും അനുരാഗ് കരിക്കുമുള്ളതാണ്, തല്ലുമാലാണെങ്കിലും 4 ജോൺറയിലുള്ളതാണ്. എന്തെങ്കിലും ഒരു കോമൺ ടാഗ് കാണും. ഇപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതേപോലെ പുള്ളിയുടെ നേരത്തെ പടങ്ങൾ പോലത്തെ സിനിമ, പക്ഷെ തല്ലുമാലയായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മള് ജസ്റ്റ് അതിന്റെ ഒരു ബിറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു നമുക്ക് ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ആ ഒരു 20 ഏജ് ഉള്ള പിള്ളേരുണ്ടല്ലേ, 20-25, അവർക്കൊക്കെ കുറെ റിലേറ്റബിൾ ആയിട്ടുള്ള സീനുണ്ട്. അപ്പൊ അതൊക്കെ അവർക്കൊക്കെ ഇതാവും, ഫാമിലിക്ക് ഇഷ്ടപ്പെടും. കാരണം പെർഫോമൻസ് നല്ലായിരുന്നു, കിടിലമായിരുന്നു. അടിപൊളി പടം, നല്ല സ്പോർട്സ് മൂവിന്ന് ഉപരി ഒരു നല്ലൊരു ഫാമിലി എന്റർടൈനർ രീതി പോകും. പിന്നെ സ്ഥിരം ഒരു സ്പോർട്സ് മൂവി ക്ലീശ ഉണ്ടല്ലോ, നമ്മളിപ്പം നായക വന്ന് അവസാനം ജയിക്കുന്നു അങ്ങനെ. പക്ഷെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല രീതി പോസിറ്റീവായിട്ട് ഇപ്പം എടുത്തോറാണ്. ക്യാമറ വർക്ക് എല്ലാം സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ബോക്സിംഗിന്റെ മൂവ്മെന്റ്സ് എല്ലാം, പിന്നെ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും. ആ ഒരു വൈബല്ല, തീർച്ചയായിട്ടും ഫാമിലി എല്ലാവർക്കും. ഇല്ലല്ലോ, ഫുൾ അഞ്ചിലൊരു 4. തീർച്ചയായിട്ടും നസ്രന് ഉപരി അവരുടെ ഗ്യാങ് ഫുള്ള് വൈബാണ്. എല്ലാവരും 5-6 പേര് ഫുള്ള്, പ്രത്യേകിച്ച് ഗണപതിയൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് എടുത്തു പറയാൻ എന്തെങ്കിലും വേറെ മറ്റുള്ള സിനിമകളിൽ നിന്ന് എടുത്തു പറയാൻ? ഞാൻ പറഞ്ഞോട്ടെ, സ്പോർട്സ് മൂവിന്ന് ഒരു ഉപരി ആ സ്ഥിരം സ്പോർട്സ് മൂവി ക്ലീശ അല്ല, മൂവി എന്റർടൈൻ രീതി പോകും. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഖാലിദ് മേക്കിംഗ് ചുമ്മാ നായകൻ ഇതായിട്ടുള്ള മേക്കിംഗ് ഒന്നും അല്ല, സൂപ്പർ ഫണ്ണാണോ ആക്ഷൻ ആണോ എന്താണ് എല്ലാം ഉണ്ട്. കാണണം, കണ്ടാലും സ്പോർട്സ് എന്റർടൈൻമെന്റ്. ഞാൻ ഫുൾ റേറ്റിംഗ് കൊടുക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം, നല്ല ഇടിപടം. ഇടി ഫീൽ ചെയ്തല്ല പിന്നെ ആണോ? അത്രയ്ക്ക് ഹാപ്പി പടമാണോ? എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയില്? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവന്റെ ഗണപതിയുടെ ഫൺ പടമാണോ? ആക്ഷൻ ആണോ? എല്ലാം കൊള്ളാം. 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കും? ഫുൾ റേറ്റിംഗ് കൊടുക്കും. കൊടുത്ത പൈസക്ക് പുറത്താണല്ലോ, കുഴപ്പമില്ല. എന്ത് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ? ഫൈറ്റിംഗ് സീൻസ് ഒക്കെ അടിപൊളിയാണ്. തല്ലുമല ലെവലൊക്കെ ഉണ്ടോ പടം? ഫൈറ്റ് ഒക്കെ അടിപൊളി, ബോക്സിംഗ് ഒക്കെ അടിപൊളി. വേറെ എടുത്തു പറയണ്ട വേറെ ഒന്നുണ്ട്? എടുത്തു പറയാൻ രീതിയൊക്കെ അടിപൊളിയാണ്. ആക്ഷൻ ആണ്. ആവറേജ് ഉണ്ടല്ലേ? എന്തോ ഇഷ്ടപ്പെടാതിരിക്കും കാരണം? പ്രതീക്ഷ കണക്കൊന്നുമില്ല. എന്നുവെച്ചാൽ തല്ലുമാല ലെവല് പ്രതീക്ഷ പോയതാണോ അതോ എന്റർടൈനിങ് കുറവാണോ? കുഴപ്പമില്ല, അത്രേ ഉള്ളല്ലേ? അടിപൊളി പടം. എന്താണ് സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ട? സിനിമയില് മൊത്തത്തിൽ അടിപൊളിയായിട്ട് തോന്നുകയാണെങ്കിൽ ഇല്ലാത്ത സെയിം ടെംപ്ലേറ്റ് തന്നെ ഖാലിദ് റഹ്മാൻ ചെയ്തേക്കുന്നത്. തല്ലുമാല വൈബ് തന്നെ ഒരു വൈബാ, പക്ഷെ എഡിറ്റിംഗ് പാറ്റേൺ ഒന്നും അതല്ലെന്നേ ഉള്ളൂ. പടം അടിപൊളിയാണ്. എന്താ സിനിമയിലെ പോസ്റ്റർ നമ്മ കോമഡി വൈബ് അല്ല, അത് കിട്ടുന്നുണ്ടോ? കൊമേഴ്ഷ്യൽ രീതി എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് എലമെന്റ് എല്ലാം അടിപൊളി തന്നെ. അടിപൊളിയാണ്. ആ ടീം തന്നെ പൊടിയാണല്ലേ? അതെ അതെ. ഒരു 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കും അന്നേരം? 5-ൽ 4 കൊടുക്കാം. തല്ലുമാലക്കാളും ബെറ്റർ ആണോ അതോ? അല്ല, അത് ടോട്ടലി വേറൊരു ഇതല്ലേ, ഇത് ഒരു ബോക്സിംഗ് വൈബില്. ഇതേപോലെ മുമ്പുള്ള പടങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ടോ ഇതേപോലുള്ള? ഇല്ല, മലയാളത്തിൽ അങ്ങനെ ഈ ഒരു വൈബിലൊരു പടം അത് തന്നെ. ആ ബോക്സിങ്ങിന്റെ ഇതെല്ലാം ആണേലും നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോ ആ ഒരു മടുപ്പ് പോകത്തില്ല. എല്ലാം അടിപൊളിയായിട്ട്. അതെ, വർത്താം. റിവ്യൂ എന്ന് പറഞ്ഞാൽ ഷോർട്സ് എല്ലാം കൊള്ളായിരുന്നു, പക്ഷെ കഥയായിട്ട് പറയാനായിട്ട് ഇത് എക്സ്പെരിമെന്റൽ അല്ലേ സാധനം. അപ്പൊ അതുപോലെയാണ്. അതല്ല പടം വെർത്താണോ? കണ്ടില്ല, കാണാൻ എന്റർടൈനിങ് ആയിരുന്നു. എടുത്തു പറയേണ്ട പോസിറ്റീവ് പുറകെ തോന്നിയത്? പോസിറ്റീവ് ആയിട്ടുള്ള അതാ പറഞ്ഞു, ഷോർട്സ് എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു, ഫൈറ്റിംഗ് എല്ലാം നൈസ് ആയിരുന്നു കാണാൻ. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു തരിപ്പ് കിട്ടി ഫൈറ്റ്
ഉണ്ടാവുമ്പോൾ ഒരു തരിപ്പ് വരത്തില്ല. ജോണറിനോടുള്ള നീതി പുലർത്തിയിട്ടുണ്ടോ അവര്? ജോണറിനോടുള്ള നീതി പുലർത്തി ഉണ്ട്. അതവര് ഇത് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. ബോക്സിംഗിന്റെ ടെക്നിക്കാലിറ്റീസ് എല്ലാം പക്കയായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ കൊള്ളാം സിനിമ. 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കും? 5-ൽ ഒരു 3.5. ഓക്കെ. എങ്ങനെയാണ്? നല്ല എന്റർടൈൻമെന്റ് ആയിട്ടുള്ള സിനിമയാണ്. അതിൽ എടുത്തു പറയാൻ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ഒരു ബോക്സിംഗ് പഠിക്കുന്നു, പിന്നെ അവര് ടൂർണമെന്റ് ഇറങ്ങുന്നത് പറഞ്ഞിരുന്നല്ലോ, അത് കുഴപ്പമില്ല. അങ്ങനെയുള്ള പടമാണ്. വേറെ ലാഗായിട്ടൊന്നുമില്ല. നമ്മളല്ല എൻജോയ് ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്. വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. പിന്നെ എനിക്കൊരു ഹീറോയിന് കുറച്ചും കൂടെ റോൾ കൊടുക്കാൻ തോന്നിയിട്ടുണ്ട്. അതിനകത്തൊരു ഹീറോയ്ക്ക് അതങ്ങനെ ഹീറോയുടെ ഒരു സിനിമയല്ല, ഒരു ഫ്രണ്ട്സ് ഹീറോയിന് സോങ് ഉണ്ടായിരുന്നല്ലോ, അതിലുള്ള പോലെ ഹീറോയിന് അത്ര ഒരു റോളില്ല. പക്ഷെ ഹീറോയ്ക്ക് അങ്ങനെ റോളൊന്നുമല്ല, ഒരു ഫ്രണ്ട്സ് സർക്കിളിലുള്ള ഒരു പടമാണ്. അതിനകത്ത് നെസ്ലിനാണ് ഹീറോയെങ്കിൽ അവനൊരു ഹീറോയുടെ ഒരു ഇതില്ല, ഒരു കോമഡി ആയിട്ടാണ് അതിനകത്ത്. ഫൈറ്റ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ എടുത്തു പറയണമെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു നമ്മുടെ കൊല്ലത്ത് വെച്ച് ഷൂട്ടിംഗ് ഉണ്ട്. ലാസ്റ്റ് അതിനകത്ത് ഒരു ഫൈറ്റ് ഉണ്ട്, സ്ട്രീറ്റ് ഫൈറ്റ് ഉണ്ട്. അത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ടൂർണമെന്റ് അത്യാവശ്യം നല്ല രസമുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ആർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന യൂത്തിന് കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന നമ്മളെ യൂത്ത് പിള്ളേർക്ക് പയ്യന്മാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. കാരണം ഫൺ എലമെന്റ്സ് ഒക്കെ വർക്ക് ആയിട്ടുണ്ടോ? അത്യാവശ്യം വലിയ കോമഡി ആയിട്ട് പറയാനൊന്നുമില്ല. ഇവരുടെ ഒരു ഫ്രണ്ട് സർക്കിൾ അതാണ് വലിയ കോമഡി ആയിട്ടുള്ള കാര്യം. അതിനകത്ത് അവരുടെ ഒരു ചെറിയ ഫൈറ്റിങ്, ടൂർണമെന്റ് പഠിക്കുന്നതൊക്കെ നല്ല രസമാണ്. 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കും? 5-ൽ ഒരു 3-3.5 ഒരു വൺ ടൈം വാച്ച് മൂവി. ഓക്കെ ബ്രോ, താങ്ക് യു. സൂപ്പർ. സിനിമ എന്താ പോസിറ്റീവ് ആയിട്ട് വന്നത് സിനിമയില്? ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ സിനിമയില്? ഫൈറ്റ് പണ്ണൊക്കെ ഉണ്ട്, കൊള്ളാം. നല്ല പടം. ഫുൾ കോമഡി, ഒരു സ്പോർട്സ് ഡ്രാമ. നല്ല പടം, ഇഷ്ടപ്പെട്ട്. നസ്രീന്റെ ഇതൊക്കെ ഉണ്ട്, പെർഫോമൻസും എല്ലാം ഉണ്ട്. കൊള്ളാം. ഖാലിദ് റഹ്മാൻ മുമ്പത്തെ പടങ്ങളെ പോലെ തന്നെയാണോ? ഖാലിദ് റഹ്മാൻ സിനിമകളെ പോലെയാണോ? തല്ലുമാലയെക്കാളും കൊള്ളാം. അത് പറയാൻ കാരണം എന്താ? അങ്ങനെ പറയാൻ കാരണം എന്താ? കൊള്ളാം, ഇഷ്ടപ്പെട്ട്. നല്ല പടം. തല്ലുമാലക്കാളും ആക്ഷൻ ഉണ്ടോ ഇതിനകത്ത്? തല്ലുമാലക്കാളും ആക്ഷൻ ഉണ്ടോ? അതിനേക്കാളും ഉണ്ട്. ഫൈറ്റ് സീൻസ് ഒക്കെ രോമാഞ്ച ഗൂസ് ബംസ് ഒക്കെ ഉണ്ടോ? എങ്ങനെയുണ്ടോ? എന്താ ഇഷ്ടപ്പെട്ട സിനിമയിൽ ഏറ്റവും കൂടുതൽ? കോമഡി. ആക്ഷൻ സ്പോർട്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് കൊള്ളാം. കൗണ്ടർ കോമഡി ഇഷ്ടപ്പെട്ടു. കോമഡി ബേസിൽ ഒരു സ്പോർട്സ് ഡ്രാമ. അങ്ങനെയാണ്. ഖാലിദ് റഹ്മാൻ മുമ്പ് സിനിമകളെ പോലാണോ? പുള്ളിയുടെ മുമ്പത്തെ പടങ്ങളെ പോലാണോ? തല്ലുമാലയൊക്കെ പോലാണോ? അതല്ല, അതിന് കോമഡിക്ക് കുറച്ച് വർക്കൗട്ട് ആണോ? ഓക്കെ. കുഴപ്പമില്ലെന്ന് പറഞ്ഞ കാരണം എന്താ? കുഴപ്പമില്ല, കാണാൻ കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ എന്റർടൈൻമെന്റ് ആണല്ലേ? എന്റർടൈനിങ് ആണ്. സ്റ്റോറി കുറച്ച് കുഴപ്പമില്ല, കണ്ടിരിക്കാൻ. ഫൺ എലമെന്റ്സ് ഒക്കെ ഉണ്ട്, കോമഡീസ് ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഓക്കെ ബ്രോ. കുഴപ്പമില്ല. എന്താ കുഴപ്പമില്ലെന്ന് പറയാൻ കാരണം എന്താ? പ്രതീക്ഷ എന്താ പ്രതീക്ഷ വരാതെ കാരണം എന്താണ്? എന്താണ് പ്രതീക്ഷ ബ്രോ? എന്താ പ്രതീക്ഷ? ഖാലിദ് റഹ്മാൻ പടാണ്ട് കുറച്ച് പ്രതീക്ഷ കുഴപ്പമില്ല, എന്നാലും ഇഷ്ടപ്പെട്ടു. ഇതിലെ എന്നുവെച്ചാൽ കോമഡി ആണ് വർക്കായി, ആക്ഷൻ വർക്കായില്ലേ? പിന്നെന്താ വർക്കാവാത്ത ബ്രോയ്ക്ക്? അല്ല, ഇത് പറഞ്ഞ സ്പോയിലർ ആയി. ആണോ? അന്നിട്ട് ഇഷ്ടപ്പെട്ടോ? അതോ? ഇഷ്ടപ്പെട്ടു. 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കും? 3. ഓക്കെ ബ്രോ.